അന്ന് രാത്രി അവൾക്ക് പിന്നാലെ ജിത്ത് മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അയാളും ഉണ്ടായിരിക്കണം. പക്ഷെ ആര്? കൂട്ടത്തിലുള്ള ആരോ ഒരാളാണെന്ന് എന്റെ മനസ്സ് പറയുന്നത് എന്തുകൊണ്ട്? എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ? അങ്ങനെയെങ്കിൽ ഫത്രിയുടെ ശരീരത്തിൽ ഒരുതരം ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്ത് കാണാനുള്ള സാധ്യത കാണുന്നുണ്ട്. പെട്ടെന്ന് അവൻ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തിയിരുന്നു. അവന്റെ മുഖത്താകമാനം വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ അകന്നു മാറിയതും അവന്റെ കാർ മുന്നോട്ടു പോയി. വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവരും കിടന്നിരുന്നു. അത്യാവശ്യം വേണ്ട ലൈറ്റ്സ് മാത്രം ഇട്ടിട്ടുള്ളായിരുന്നു. തന്റെ കയ്യിലിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് കതക് തുറന്ന് അകത്തേക്ക് കയറി. എല്ലാവരും ഉറങ്ങിയത് നന്നായി, അല്ലെങ്കിൽ എന്തായാലും ഞാൻ ഇന്ന് വല്ലൊക്കെ വാങ്ങിച്ചു കൂട്ടിയേനെ. മനസ്സിൽ ആത്മകഥ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വാതിലടിച്ച് നേരെ റൂമിലേക്ക് നടന്നു. പതിവ് പോലെ വാതിൽ ലോക്കല്ലായിരുന്നു. പരിഭവമായിരുന്നു പെണ്ണിലെങ്കിലും താൻ ചേർന്ന് കിടക്കാതെ അവൾ ഉറങ്ങുകയില്ല, അത് അവന് നന്നായി അറിയാമായിരുന്നു. ഒച്ച ഉണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് ചെന്നു. ഉറക്കത്തിലും അവളുടെ കവിളുകൾ വീർത്ത് തന്നെ ഇരുന്നു. അപ്പ കാര്യമായി പിണക്കത്തിലാണല്ലോ എന്റെ ഫത്രിക്കൊച്ച്. അപ്പൊ ഞാൻ ഇന്ന് പിണക്കം മാറ്റാൻ എന്താ ചെയ്യുക? അവന്റെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞു. ചുണ്ടിൽ കുസൃതി ഒളിപ്പിച്ച ഒരു ചിരി വിരിഞ്ഞു. നല്ല ഉറക്കമാണല്ലോ. അവൻ തന്റെ വാച്ചിലേക്ക് നോക്കി. സമയം 11:30 കഴിഞ്ഞു. പുറത്തു പോയി വന്നതിനാൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഫ്രഷ് ആകാനായി അവൻ വാഷ്റൂമിലേക്ക് കയറി. ഹോസ്പിറ്റലിൽ പോയതിന്റെ ഒരു അസ്വസ്ഥത അവനിൽ ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് കളർ ബനിയനും ട്രാക്ക് പാന്റുമായിരുന്നു അവന്റെ വേഷം. മുടി ഉണക്കാൻ നിൽക്കാതെ അവളുടെ അടുത്തേക്ക് നടന്നു. എന്നത്തെയും പോലെ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവളുടെ അടുത്തേക്ക് കിടക്കുമ്പോഴും അവൻ വന്നതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയാണ് തന്റെ കുഞ്ഞിപ്പെണ്ണ്. ഒരു ബെന്നിനും മുട്ടുവരെയുള്ള പാവാടയുമായിരുന്നു അവളുടെ വേഷം. അത് കുറച്ച് മുകളിലേക്ക് ഉയർന്നു വന്നതിനാൽ അവളുടെ വെളുത്ത കാലുകൾ അവന് മുന്നിൽ അനാവരണമായി. ജയ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് തന്നിലെ ശ്വാസഗതി നേരെയാക്കാൻ ശ്രമിച്ച് മുകളിലേക്ക് കണ്ണുകൾ പായിച്ചു. ദിവസമുള്ള കണി പോലെ അവളുടെ വെളുത്ത പഞ്ഞി പോലുള്ള ഇടുപ്പ് അവന് മുന്നിൽ അനാവൃതമായി. നോക്കണ്ടെന്ന് മനസ്സ് പറയുമ്പോഴും അവനായി കാഴ്ചകൾ ഒരുക്കുകയാണ് അവന്റെ കുഞ്ഞിപ്പെണ്ണ്. അവൻ താഴ്ന്നു വന്ന് ഇടുപ്പിലെ ബെന്നിൻ കുറച്ച് മുകളിലേക്ക് മാറ്റി അവന്റെ മുഖം പൂർണ്ണമായി അവിടെ അമർത്തി. ഉറക്കത്തിലും അവളൊന്ന് ചിണുങ്ങി. അവന്റെ ട്രിം ചെയ്ത താടിയും മീശയും അവളുടെ ഇടുപ്പിൽ ചെറുനോവ് തീർത്തു. വല്ലാത്ത ഇക്കിളി നൽകുന്നതായിരുന്നു അവന്റെ ആ നീക്കം. അവളെ സുഖമുള്ള ഒരനുഭൂതി നിറച്ചുകൊണ്ട് ചിണുങ്ങലോടെ നേരെ കിടന്നു. അവൾക്ക് അവന്റെ ആ പ്രവൃത്തി സ്വപ്നമായാണ് തോന്നിയത്. അവനിലെ കുറുമ്പുകൾ ദിവസവും ഉള്ളതിനാൽ അവൾ അത് സ്വപ്നമാണെന്ന് കരുതി ഉറക്കത്തിലേക്ക് വഴുതി വീണു. അത് കാണെ ഇവൾ കഴിഞ്ഞ ജന്മം കുംഭകർണന്റെ കൊച്ചുമകൾ വല്ലമാണോ? അവന് സംശയമില്ലാതിരുന്നില്ല. ഇവൾ ആരെങ്കിലും എടുത്തോണ്ട പോയാൽ പോലും ഈ പെണ്ണ് അറിയില്ലല്ലോ. അതുപോലല്ലേ ഇവളുടെ ഉറക്കം തന്നെ. അവന് ചിരി വന്നു പോയി. പെണ്ണ് സ്വപ്നമാണെന്ന് കരുതി കാണും. അങ്ങനെയെങ്കിൽ ഇവളെ ഉണർത്തിയിട്ട് തന്നെ ബാക്കി കാര്യം. അവളുടെ ദേഹത്ത് തട്ടാതെ ഉയർന്നു വന്ന് നെറ്റിൽ ചുംബിച്ചു. അതിൽ പ്രണയത്തെക്കാൾ ഉപരി വാത്സല്യമായിരുന്നു. നെറ്റിൽ നിന്ന് താഴ്ന്നു വന്ന് ഇരു കണ്ണുകളിലും ചുംബിച്ചു. ഉറക്കത്തിലും ആ ഉണ്ടക്കണ്ണുകൾ പരൽമിനെ പോലെ പിടച്ചിരുന്നു. ഒരു നിമിഷം അവൾ അങ്ങനെ ചാഞ്ഞു കിടന്ന് അവനെ ഇറക്കെ പുണർന്നു. അവളുടെ ചുണ്ടുകൾ ഉറക്കത്തിൽ എന്ന പോലെ അവന്റെ നെഞ്ചിലായി അമർന്നു. അവളുടെ പെട്ടെന്നുണ്ടായ ആ നീക്കത്തിൽ അവന്റെ ശരീരം ചൂടുപിടിക്കുന്നത് അവൻ അറിഞ്ഞു. ഹൃദയം ക്രമാതീതമായി ഇടിക്കാൻ തുടങ്ങി. അവൻ അവളെ ഉണർത്താതെ പതിയെ തന്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി പഴയ പോലെ കിടത്തി. ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം തിരികെ മുറിയിലേക്ക് വന്നപ്പോഴും പെണ്ണുറക്കം തന്നെ ആയിരുന്നു. ഇതൊരു നടക്ക് പോകില്ലല്ലോ. അവളെ ഉണർത്താതെ വളരെ പതിയെ ശ്രദ്ധയോടെ പൊക്കിയെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം എന്ന പോലെ അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കഴുത്തിലേക്ക് മുഖം ചേർത്ത് ഒന്ന് ഉരസി പെണ്ണ്. എന്റെ ദൈവമേ, ഇവളിതെന്തിനുള്ള പുറപ്പാടാണോ ആവോ? ഒരു തരത്തിൽ തന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് നടന്നു. എന്നാൽ ഇതിനു മാത്രം എന്താ സ്വപ്നമാണ് ഈ പെണ്ണ് കാണുന്നത്? അറിഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായേനെ. അവൻ അങ്ങനെ ചിന്തിക്കാതിരുന്നില്ല. ക്യാൻഡിൽസിന് പുറമെ ഫയർ ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബാൽക്കണി സ്ലൈഡിംഗ് റൂഫ് റിമോട്ടിനാൽ ഓപ്പൺ ചെയ്തതിനാൽ ഇരുട്ടിന്റെ കാഠിന്യം കൂടുതലായിരുന്നു. പോരാത്തതിന് നല്ല മഴക്കോളും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇരുട്ടിലും പ്രകാശമായി ആ ലൈറ്റ്സുകൾ. അവൻ അവളെ പ്രണയത്തോടെ നോക്കി. അവളുടെ ശാന്തമായ ഉറക്കം അവനിൽ വാത്സല്യം നിറയ്ക്കുന്നതായിരുന്നു. തെണ്ടി, പൊട്ടി, നാർ, കോരങ്ങൻ. ഉറക്കത്തിൽ അവനെ പറയുന്നതാണെന്ന് അവന് നന്നായി മനസ്സിലായി. ഇന്ന് ഉച്ചയ്ക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് വരാത്തതിനാണ് ഈ പരിഭവത്തിന്റെ കാരണമെന്ന് അവന് വ്യക്തമായിരുന്നു. കുറുമ്പിപ്പാറു, ഞാൻ പട്ടിയാണല്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാടി. പട്ടി സാധാരണ കടിക്കാറല്ലേ ചെയ്യുന്നേ?
ഇപ്പൊ എവിടാ കടിക്കുക? അവളുടെ പരിഭവം നിറഞ്ഞ കവിളിലേക്ക് ഒന്ന് നോക്കി. അതപ്പോഴും വീർത്തു തന്നെ ഇരിക്കുകയായിരുന്നു. ആ കവിൾ അങ്ങനെ കടിച്ചെടുക്കാൻ ഒരു നിമിഷം അവന് തോന്നിപ്പോയി. ജയ് താഴ്ന്നു വന്ന് അവളുടെ കവിളിൽ അമർത്തി കടിച്ചു. ഉറക്കത്തിൽ നിന്ന് പേടിയാലും വേദനയാലും ഞെട്ടി ഉണർന്നു പെണ്ണ്. മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ജയ്യെ നോക്കി കണ്ണുരുട്ടി. പിന്നെ വേദനയാൽ കവിളിൽ കൈവച്ച് അവനെ കൂർപ്പിച്ചു നോക്കി. പെട്ടെന്ന് അവളുടെ മുഖം പരിഭവത്താൽ വീർത്തു വന്നു. ഈ കവിളിങ്ങനെ വീർപ്പിക്കാതിരി പെണ്ണെ, വീർത്ത് ഇതിപ്പോ പൊട്ടുമല്ലോ. അത് കേൾക്കെ അവളെ കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായതും അവനെ തറപ്പിച്ചൊന്ന് നോക്കി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന്റെ ഫലമായി അവൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. മുന്നിൽ അവനെ കാണെ അവള് നേരെ സന്തോഷം തോന്നിയെങ്കിലും അവൻ ഇന്ന് തന്നെ വിളിക്കാത്തതിന്റെ പരിഭവം അവളെ വിട്ടുമാറിയില്ല. വേദനിച്ചോ കുഞ്ഞാ? ആ കുഞ്ഞിക്കണ്ണുകൾ ചുരുക്കി ആശങ്കയോട് ചോദിക്കുന്നവനെ അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. എങ്കിലും കള്ളപ്പണക്കം കാണിച്ച് അവനിൽ നിന്ന് മുഖം തിരിച്ച് ചാടി എഴുന്നേൽക്കാൻ പോയതും അങ്ങനെ തന്നെ താഴേക്ക് പോയി. അവളുടെ നീക്കം നേരത്തെ മനസ്സിലായെന്ന പോൽ അവൻ വീഴാതെ അവളുടെ ഇടുപ്പിലാ ചേർത്ത് പിടിച്ച് അവളെ അങ്ങനെ എടുത്ത് തന്റെ മടിയിലിരുത്തിയിരുന്നു. ഒരു നിമിഷം താഴേക്ക് പെണ്ണിന്റെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. ഇപ്പൊ അവന്റെ മടിയിലാണ് എന്ന ബോധത്തോടെ ഞെട്ടി അവൾ ചുറ്റുമൊന്ന് നോക്കി. അതെ, താൻ മുറിയിലല്ല, മറിച്ച് ഇപ്പോൾ ബാൽക്കണിയിലാണ്. ശരിക്കും ആ രാത്രിയുടെ നിശബ്ദതയും കാൻഡിൽസിന്റെ നേർത്ത വെളിച്ചവും താനിപ്പോ കിടക്കുന്ന ബെഡും എല്ലാം തന്നെ അവൾക്ക് വളരെയധികം ഇഷ്ടമായി. അത്രയും ഭംഗിയായാണ് അവൻ ഓരോ കാര്യം ചെയ്തിട്ടുള്ളത്. അത്രയും നേരം ഉണ്ടായിരുന്ന അവളുടെ പരിഭവം എങ്ങോ പോയി മറിഞ്ഞിരുന്നു. അത്രയും മനോഹരമായി അവൻ ആ ബാൽക്കണി അലങ്കരിച്ചിരുന്നു. നമുക്കിന്നങ്ങ് ഫസ്റ്റ് നൈറ്റ് ആഘോഷാലോ? നീ ഓക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്തു പറയുന്നു? അവളുടെ മൂക്കിൽ തട്ടിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകളുടെ പിടച്ചിലും വിറയാർന്ന അധരങ്ങളും അവന്റെ വാക്കുകളെ പൂത്തുലഞ്ഞ അവളുടെ സ്വർണ്ണരോമങ്ങളുമെല്ലാം തന്റെ സാന്നിധ്യത്തിൽ അവളുടെ മാറ്റങ്ങളെല്ലാം തന്നെ അവൻ പ്രണയത്തോടെ നോക്കി കണ്ടിരുന്നു. അത് പിന്നിപ്പോ അവൾ പറയാതെ അവനെ നോക്കി. എന്റെ പെണ്ണെ, നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ നിന്നെ സ്വന്തമാക്കുമ്പോൾ നമുക്കിടയിലെ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രശ്നങ്ങളും അകന്നു മാറിക്കഴിഞ്ഞ് മാത്രം നമ്മൾ ജീവിതം ആരംഭിക്കൂ. അപ്പോൾ എന്റെ കൊച്ചിന് സംശയമുണ്ടാകും, അതായത് നമ്മളിപ്പോ ജീവിക്കുവല്ലേ എന്ന്. അങ്ങനെ ഒരു സംശയം നിനക്ക് തോന്നുന്നുണ്ടോ പൊന്നാ? അവനൊരു സംശയത്തോടെ ചോദിച്ചു. അവന്റെ പൊന്ന എന്ന വിളി ആ നിമിഷം വരെ ഉണ്ടായിരുന്ന എല്ലാ പരിഭവങ്ങളും ഇല്ലാതായിരുന്നു. അല്ലെങ്കിലും അവനോട് പിണങ്ങിയിരിക്കാൻ അവൾക്കാകുമായിരുന്നില്ല. തന്നോട് അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷം അങ്ങനെയാണ്. അവൻ പിണങ്ങിയാലോ കള്ളപ്പരിഭവം കാണിച്ചാലോ അവൾക്കത് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെയോ ചിന്തിക്കുന്ന പെണ്ണിനെ കാണെ അവനിൽ കുറുമ്പ് നിറഞ്ഞു. അവന്റെ പെട്ടെന്നുണ്ടായ ഭാവത്തിലേക്ക് അവൾ പിടച്ചിലോടെ നോക്കിയിരുന്നു. അവളുടെ കവിളുകൾ നാണത്താൽ ചുവന്നു തുടങ്ങിയിരുന്നു. കാരണം അവൾക്കിപ്പൊ നന്നായി അറിയാം അവന്റെ ഈ ഭാവമാറ്റം. തന്നെ പ്രണയം കൊണ്ട് മൂടുന്ന ഭാവമായിരുന്നു അവനിൽ ആ നിമിഷം. അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് തന്നെ അവന്റെ വലത് കൈ അവളുടെ ഇടത് മൃദുലതയിലേക്ക് തലോടിയതും അവന്റെ ആ തലോടലിൽ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ഞാൻ നിന്നെ ഇപ്പൊ സ്വന്തമാക്കില്ല പൊന്ന, പക്ഷേ അവൻ പറയാൻ വന്നത് ഒന്ന് നിർത്തി അവളെ നോക്കി. അപ്പോഴും കണ്ണടച്ചിരിക്കുകയാണ് പെണ്ണ്. ആ കവിളുകൾ ചുവപ്പ് പടർന്നിരുന്നു, ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണു തുറക്ക് പൊന്ന. ഞാനല്ലേ, എന്തിനേ നാണം? അത് കേൾക്കെ കണ്ണു തുറന്ന് അവന്റെ കുഞ്ഞിക്കണ്ണുകളിലേക്ക് നോട്ടം പഴിച്ചു. അത് കാണെ അവൻ വീണ്ടും തുടർന്നു. നിന്നെ ഞാൻ മൊത്തത്തിലെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പൊന്ന. മൊത്തത്തിലെന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടതല്ലാതെ എന്നെ നിന്ന് മറച്ചു വെക്കുന്നതുണ്ടല്ലോ, അതെനിക്കൊന്ന് വേണം. അത് പറയവേ അവന്റെ സ്വരം തന്നെ ഒന്ന് വിറച്ചുപോയി. അവൾ ഞെട്ടലോട് അവനെ നോക്കി. എന്നെ തടയരുത് ഭദ്രേ, ഇന്നെന്തായാലും നിന്നെ ഞാൻ സ്വന്തമാക്കില്ല. ആ ഉറപ്പ് തരാൻ എനിക്ക് കഴിയും. കാരണം എന്നെ താങ്ങാൻ നിനക്ക് കുറച്ചുകൂടെ സമയം ആവശ്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്കിന്ന് വേണം കുഞ്ഞാ. നീ എൻ്റെ കുഞ്ഞിപ്പെണ്ണല്ലേ? നിന്റെ മനസ്സും ശരീരവും തയ്യാറാകുന്ന അന്ന് മാത്രം നിന്നെ ഞാൻ എൻ്റേതാക്കൂ. പക്ഷെ ഇന്നൊരു മറയുമില്ലാതെ നിന്നിലെ കാണാ കാഴ്ചകൾ ഞാൻ കാണും. അത് കേൾക്കവേ അവളുടെ ഉള്ളംകാല് വരെ ഒന്ന് വിറച്ചു പോയി. അവൾ ആകെ വല്ലാതായി. അവനെ നോക്കാനുള്ള ചളുപ്പ് തോന്നി. ഹൃദയമെടുപ്പ് വല്ലാതെ കൂടിക്കൊണ്ടിരുന്നു. എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനല്ലേ? എന്നാലും നിന്നിൽ ഓരോ അണുവും സ്വന്തമാക്കുന്നത് ഞാൻ തന്നെയല്ലേ? പിന്നെന്താ? കൂടുതലൊന്നും ഉണ്ടാകില്ല പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു മറുപടിയും കാത്തു നിൽക്കാതെ അവൻ അവളെ അങ്ങനെ തന്നെ ചായച്ചു കിടത്തി. ആ നിമിഷം അവളുടെ ഇടത് മൃദുലതയിലേക്ക് അവന്റെ കൈ അമർന്നു. അവളിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. കൈയുടെ മുറുക്കം കുറച്ച് അതൊരു തലോടലായി മാറി.
ആ നീക്കം അവൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അവളിലെ മാറ്റം അറിഞ്ഞുകൊണ്ട് തന്നെ അവളിലെ ബെന്നിൻ അവളിൽ നിന്ന് വേർപെടുത്തിയിരുന്നു. അവൾ വെറുതെ ഒന്ന് തടയാൻ നോക്കി. തടയരുത് ഭദ്രേ. അത് കേൾക്കവേ അവൾ അവനെ തടയാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. അവന്റെ പ്രവൃത്തി ആസ്വദിച്ചു. അവളുടെ ഓരോ വസ്ത്രവും അവന്റെ കയ്യാൽ വേർപെടുത്തി. അവളുടെ പാവാടയിലെ പിടിമുറുക്കിയതും പെണ്ണി ഞെട്ടി അവനെ തള്ളിമാറ്റാൻ നോക്കിയെങ്കിലും അതിന് കഴിയാതെ അവൻ തലയുയർത്തി അവളെ ഒന്ന് നോക്കി. തന്നെ കൊതിക്കുന്ന നോട്ടമായിരുന്നു അവനിൽ. പ്രണയം മാത്രമായിരുന്നില്ല ആ നിമിഷം. അതിനു മുകളിൽ കാമം നിറഞ്ഞു നിന്നിരുന്നു. അവന്റെ കുഞ്ഞിക്കണ്ണുകൾ ആഗ്രഹത്താൽ ചുവന്ന് കലങ്ങിയിരുന്നു. അവനാകെ വിയർത്തു പോയിരുന്നു. എന്നെ തടയരുത്. ഈ നിമിഷം നിന്നെ അനുസരിക്കാൻ എനിക്ക് കഴിയില്ല പൊന്ന പറഞ്ഞുകൊണ്ട് അവൻ താഴ്ന്നു വന്ന് അവളുടെ ഇടുപ്പിലായി മുഖം അമർത്തി. അവന്റെ ആ നീക്കത്തിൽ അവളൊന്ന് പിടഞ്ഞുപോയി. നടുവിനാൽ ഉയർന്നു പൊങ്ങി. അവളെ നേരെ കിടത്തിക്കൊണ്ട് അവന്റെ ഒരു കൈ അവളുടെ വലത് മൃദുലതയിൽ അമർന്നു. ചുണ്ടുകൾ ഇടുപ്പിലായി മുദ്രണം ചാർത്തുന്നതായിരുന്നു. അവൻ പിന്നെ ഉയർന്നു വന്ന് അവളുടെ മൃദുലതയിൽ ഒന്ന് അമർത്തി കടിച്ചു. അതവൾക്ക് ചെറുനോവ് നൽകി. അവളുടെ നെറ്റിമേൽ അമർത്തി ഒന്ന് ചുംബിച്ച് പിന്നീട് ആ ചുംബനം ഇരു കണ്ണുകളിലും കാതിലും മൂക്കിൻ തുമ്പിനുമായി എത്തി നിന്നു. അവസാനം അവന്റെ അധരങ്ങൾ അവളുടെ കട്ടിച്ചുണ്ടിൽ എത്തി നിന്നു. അവൻ അവളെ ഒന്ന് നോക്കി കണ്ണ് ചിമ്മി അവളിലേക്ക് അമർന്നുകൊണ്ട് ആ അധരങ്ങളെ കടിച്ചെടുത്തിരുന്നു. അതൊരു വന്യമായ ചുംബനമായിരുന്നു. അവളുടെ അധരങ്ങൾ വിഴുങ്ങിക്കളയുമ്പോൾ അത്രമേൽ വന്യമായിരുന്നു. അവന്റെ ചുണ്ടുകൾ വേർപെട്ട ഏതോ നിമിഷം അവളൊന്ന് കിതച്ചു പോയിരുന്നെങ്കിലും അവൻ നിർത്തിവെച്ച ചുംബനം അവൾ ഏറ്റെടുക്കുകയായിരുന്നു. അതവനിൽ ആവേശം കൊണ്ടെത്തിച്ചു. പതിയെ പാവാട അവളിൽ നിന്ന് അഴിഞ്ഞു വീണിരുന്നു. ഏതോ ഒരു ആലസ്യത്തിൽ അവൾ അറിഞ്ഞു അവൾ ശേഷിക്കുന്ന എല്ലാം അഴിഞ്ഞു വീണിരുന്നു. അവളെ പകപ്പ് നിറഞ്ഞിരുന്നു. ശ്വാസം വിടാൻ പോലും മറന്നു പോയിരുന്നു അവൾ ആ നിമിഷം. എന്നാൽ അവൻ അറിയുകയായിരുന്നു തന്റെ പെണ്ണിനെ. അവളെന്ന പെണ്ണിനെ അവൻ മതിവരാത്ത പോലെ നോക്കിയിരുന്നു പോയി. അവനിൽ നിന്ന് ഷർട്ട് വേർപെട്ടിരുന്നെങ്കിലും പുറത്ത് കാണുന്ന ആ ടാറ്റു അവൾക്ക് മുന്നിൽ കാണാൻ കഴിയില്ലായിരുന്നു. അവന്റെ നെഞ്ചിലെ ടാറ്റുവിലേക്ക് വിടർന്ന കണ്ണാലെ അവൾ നോക്കിക്കിടന്നു പോയി. മുൻപെങ്ങോ കണ്ടു മറന്ന ടാറ്റുവിലേക്ക് പ്രണയാർദ്രമായി അവൾ നോക്കി നിന്നു പോയി. നെഞ്ചിൽ പതിഞ്ഞ ഈഗിൾ ടാറ്റു അത് അവന്റെ ഉറച്ച ശരീരത്തിൽ അങ്ങനെ പടർന്നു കിടന്നു. അതവനെ ഗൗരവം സൃഷ്ടിക്കുന്നതായിരുന്നു. നെഞ്ചിലായി ഒരു രോമം പോലും ഇല്ലായിരുന്നു. ജിമ്മിൽ നന്നായി വർക്കൗട്ട് ചെയ്ത ഉറച്ച ശരീരം കാണാൻ ഉമ്മനീരിറക്കിപ്പോയി ഭദ്ര. ഉഫ്, അവൾ അറിയാതെ പറഞ്ഞുപോയി. അതവൻ കേൾക്കുകയും ചെയ്തു. അവൾ സ്വയം നാക്ക് കടിച്ച് അവനെ നോക്കി. അവനിൽ കള്ളച്ചിരിയായിരുന്നു. ഞാൻ നിന്റേതല്ലേ പൊന്ന, പിന്നെ ഈ നാണത്തിന്റെ ആവശ്യമുണ്ടോ? താനിപ്പോ എങ്ങനെയാണ് അവന്റെ മുന്നിലെന്ന് പോലും ഓർക്കാതെ അവനെ സ്കാൻ ചെയ്യുകയാണ് പെണ്ണ്. അവളുടെ ഇടുപ്പിൽ ഒരു തണുപ്പറിഞ്ഞു. എന്തോ ഇഴയുന്ന പോലെ അവൾക്ക് തോന്നി. അതിന്റെ തണുപ്പിനാൽ അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ഒരു ഹിപ്പ് ചെയിൻ ആയിരുന്നു അത്. അതിന്റെ കൊളുത്ത് പല്ലിനാൽ മുറുക്കിക്കൊണ്ട് അവളൊന്ന് ചുംബിച്ചുകൊണ്ട് ആ ചെയിന്റെ ഭംഗി അവൻ ആസ്വദിച്ചു. അവൾ നാണം കൊണ്ട് പൂത്തൊലഞ്ഞു പോയി ആ നിമിഷം. താനിപ്പോൾ അവന്റെ മുന്നിൽ കിടക്കുന്ന കാര്യം ഓർക്കവേ ഒരു വേള അവളിൽ വല്ലാത്ത വിറയൽ അനുഭവപ്പെട്ടു. അവൻ തന്റേതല്ലേ, എന്നായാലും അവന്റെ അല്ലേ ഇതൊക്കെ, പിന്നെന്തിനായി നാണം? സ്വയം സമാധാനിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. അപ്പോഴും അവൻ അവളെന്ന മായാലോകത്തായിരുന്നു. അവളിലെ കാണാക്കാഴ്ചകൾ തേടുകയായിരുന്നു. അഗ്നി ആ രാത്രിയിൽ ഓഫീസിലെ അവന്റെ പ്രൈവറ്റ് റൂമിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത്. വീട്ടിൽ പോകാൻ പറ്റിയ മാനസികാവസ്ഥ ആ നിമിഷം അവനിൽ ഉണ്ടായിരുന്നില്ല. ആ മുറി മുഴുവൻ അവളുടെ ചിത്രങ്ങളായിരുന്നു. അതിൽ ഏറ്റവും മനോഹരമായ പച്ച ധാവണി ഉടുത്ത അതിമനോഹരമായ ഒരു ചിത്രത്തിലേക്ക് അവന്റെ മിഴികൾ ഉടക്കി. എന്തിനാണ് പെണ്ണെ എന്നെ ഇങ്ങനെ ഭ്രാന്തനാക്കുന്നത്? കിട്ടില്ലെന്നറിഞ്ഞിട്ടും എന്തിനാ? നീ ഇന്ന് മറ്റൊരാളുടെ ആണെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലടി. നിനക്കറിയാമോ, ജയ് എനിക്ക് പൂർണ്ണമായി വെറുക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് തളർന്നു പോയപ്പോൾ അവൻ ഓടി വന്നില്ലേ പെണ്ണെ, ആ അവനെ എനിക്ക് എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും? ഞാൻ നിന്നെ സ്നേഹിച്ചു പോയതിൽ തെറ്റായി എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ മറക്കാൻ ശ്രമിച്ചാലും എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ പെണ്ണെ? ഞാൻ നാട്ടിലേക്ക് വന്നത് ജയെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ്. പിടിച്ചു പറിച്ച് നേടിയെടുക്കേണ്ട ഒന്നല്ല നിന്റെ സ്നേഹം എന്നെനിക്ക് അറിയാം പെണ്ണെ. എല്ലാവർക്കും എന്നെ പേടിയാണ്, പേടിയോട് കൂടിയ ബഹുമാനം. വീട്ടുകാർ പോലും എന്നെ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അത്രയും വലിയ ചെകുത്താനാണോ ഞാൻ? അത്രയും വലിയ ദുഷ്ടനാണോ ഞാൻ? കോളേജ് കാലഘട്ടത്തിൽ തന്നെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് വരെ എന്നെ പേടിയോടെ നോക്കാനും മാത്രം വലിയ ചെകുത്താനാണോ ഞാൻ? എൻ്റെ സ്വഭാവം കൊണ്ടാണോ നീ എന്നിൽ നിന്ന് അകന്നത്? അവളുടെ മറ്റൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോയ്ക്ക് മുന്നിലായി അവൻ വന്നു നിന്നു. ശരിക്കും ഇതാരാണ് എനിക്ക് അയച്ചു തന്നതെന്ന് ഇന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഫോട്ടോ ആണ് എന്നെ ഇത്രത്തോളം ഭ്രാന്തനാക്കുന്നത്, നിന്നെ നേടിയെടുക്കാൻ എന്ന പോലെ.
ആ ഫോട്ടോ അന്ന് അവൾ വീഴാൻ പോയപ്പോൾ എടുത്ത മനോഹരമായ ചിത്രമായിരുന്നു. അവൻ ഇന്നും അറിയില്ലായിരുന്നു ഈ ചിത്രം പകർത്തിയത് ആരാണെന്നും അത് തനിക്ക് എങ്ങനെയാണ് അയച്ചതെന്നും എന്താണ് ഇതിന് പിന്നിൽ അവരുടെ ഉദ്ദേശമെന്നും അവൻ ഇന്നും അറിയില്ലായിരുന്നു. ആ ചിത്രത്തിലെ കൺസർണയില്ലാതെ കണ്ണുകൾ പായുമ്പോഴും അവന്റെ മുന്നിൽ ഇനി അവൾ വെറും ഒരു സ്വപ്നമായി തന്നെ അവനെ തന്നെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചുകൊണ്ട് അവന്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. വൈകാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ജിത്തും കൂട്ടരും അന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു. ജിത്ത്, ഇതുവരെ ആയിട്ടും ഡേവിഡിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല ആഞ്ജനെ അവൻ ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. വന്നിട്ടിപ്പോൾ 2 ദിവസം കഴിഞ്ഞില്ലേടാ. അഖിയാണ്, നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ, പഴയ സിം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ആ സിം ചേഞ്ച് ചെയ്ത് എങ്ങനെയാണ് ആഞ്ജനെ വിളിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യമാണോ ഇത്? ഇന്ത്യ ഒട്ടാക്കി വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ്സിലെ തലപ്പത്തിരിക്കുന്നവൻ ആഞ്ജനെ. പോരാത്തിന് ശത്രുവെന്ന് തോന്നുന്നവനെ ഒരു ദയമില്ലാതെ കൊന്നൊടുക്കുന്നവനാ. പിന്നെ ആരാധ്യയുടെ മറ്റവനില്ലേ, അവന് മോശമാണെന്നാണോ നീ വിചാരിക്കുന്നത്? അഗ്നി ബിസിനസ് ലോകത്തെ കിരീടം വെക്കത്ത് ചെകുത്താനാണ്. ആഞ്ജനയുടെ മുന്നിലായോ പിന്നിലായോ അവനെ നിർത്താൻ കഴിയുകയുള്ളൂ. അവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ജിത്ത്? ആരോമിൽ തെല്ലൊരു ഭയത്തോടെ ചോദിച്ചു. ഇല്ലാരും, അവനിപ്പോ പരക്കം പായുകയാകും നമ്മളെ തിരക്കി. ഇതുവരെ അവന്റെ ഒരു ഫോട്ടോ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊരു മീറ്റിംഗ് വന്നാലും അവസാനമായി അവൻ വരൂ. പിന്നെ മീറ്റിംഗ് അവസാനിപ്പിച്ചാൽ അവന്റെ പൊടി പോലും കാണില്ല. ഒരു മാസികയിൽ പോലും അഗ്നി എന്ന അഗ്നിദേവിന്റെ ചിത്രമില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് അവനെ കണ്ടെത്തുക? അകിയാകെ ഭയന്നുകൊണ്ട് ജിത്തിനോടായി ചോദിച്ചു. നീക്ക് ഇങ്ങനെ പേടിക്കാതെടാ, നമ്മുടെ ബോസില്ലേ, അയാൾക്ക് അറിയാൻ കഴിയും ഇവൻ ആരാണെന്ന്. ജിത്തിൽ പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. ഒരു അഗ്നി വാഞ്ചനം വന്നിരിക്കുന്നു. അയാൾക്ക് മുന്നിൽ ഇവനൊന്നും ഒന്നുമല്ല. പക്ഷേ ജിത്ത്, നമ്മൾ പോലും ബോസിനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനാടാ? എപ്പോഴും മാസ്കിനാൽ മുഖം മറച്ചില്ലേ അയാളുടെ വരവ്? അയാളെ നമുക്ക് വിശ്വസിക്കാമോ? അഖി സംശയത്തോടെ ചോദിച്ചു. വിശ്വസിക്കാം, ഉറച്ചതായിരുന്നു ജിത്തിന്റെ വാക്കുകൾ. ആരുവന്റെ കണ്ടീഷനൊന്നും പറയാറായിട്ടില്ലായിരുന്നു. അതേ അവസ്ഥയിൽ കൂടി അവൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഉള്ളിക്കേറിയ ഡ്രഗ്സിനാൽ കോമയിലേക്ക് പോകാനുള്ള നിഗമനത്തിൽ എത്തിയിരുന്നു അരുൺ ആ നിമിഷം. ഇന്നുകൂടി നോക്കാം. ഇന്നും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കാനേ നിവർത്തിയുള്ളൂ. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. യദുവിന് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവന്റെ അവസ്ഥ അറിഞ്ഞിട്ടും ഇപ്പൊ അവളെ കാണാൻ പറ്റില്ലെന്ന് അരുൺ തറപ്പിച്ച് പറഞ്ഞു. ആ നിമിഷം അവനൊരു ഡോക്ടർ മാത്രമായിരുന്നു. ഈ ചെയിൻ എന്ത് വന്നാലും നീ ഊരി മാറ്റരുത് ഭദ്രേ. ഇതെനിക്ക് നിന്റെ ഈ വെളുത്തെടുപ്പിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നതെന്നും കാണണം. അവൾ സമ്മതമെന്ന് അവൾ തലയനക്കിയിരുന്നു. അവന്റെ ലാളനയിൽ അവൾ അത്രമേൽ അടിമപ്പെട്ടു പോയിരുന്നു.